ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ തൊക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ. അപ്സസ് വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ചെമ്മീനിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം താഴെ കണ്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതൊരു നുള്ള് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെക്കയായിട്ട് ഉപ്പിട്ടിട്ട് ഇനി ഇതിലേക്ക് ഹോം മെയ്ഡായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ ആദ്യം ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സമയത്ത് തന്നെ നമ്മളെ കയ്യിൽ 1 ടീസ്പൂണോളം ഞാൻ അതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അപ്പോൾ അതേ രീതിക്ക് ഒന്ന് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടല്ല, നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു 2 മിനിറ്റ് മാത്രം മതി റെസ്റ്റ് ചെയ്യാൻ. അപ്പോഴത്തെ ഞാൻ ഓയിൽ നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം കേട്ടോ. ഇനി ഞാൻ ഉള്ളിയൊക്കെ ഇതിന് ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ആവശ്യം. ഇതിന് തക്കാളി ഒന്നും ആവശ്യമില്ല, വലിയ ഉള്ളി മാത്രമാണ് വേണ്ടിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി എല്ലാം മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ട് എന്നിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ തൊലി ഞാൻ ഇതേ രീതിക്കൊന്ന് കളഞ്ഞെടുക്കുകയാണ്. ഇനിയിപ്പോൾ അതും ഞാൻ ഇതേപോലെ ഒരു ബൗളിൽ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നല്ല തിന്നായിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ വളരെ തിന്നായിട്ട് കനം കുറച്ചിട്ട് ഇതേ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിക്ക് കനം കുറച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. കട്ടിംഗ് ബോർഡിൽ മറ്റേ ഉള്ളി കട്ട് ചെയ്യുന്ന ആ കട്ടിങ് ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി നന്നായിരിക്കും. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലും ബാക്കി ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്. വളരെ കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് സമയം ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 2-3 മിനിറ്റ് മാത്രം മതി. ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം ആ ചെമ്മീനിൽ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മാത്രം മതി. കുറച്ച് നേരം കൊണ്ട് നമുക്കത് മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം മസാല കണ്ടില്ല ഇതിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അതേ ഓയിൽ ഈ കടായിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേ നല്ല ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും കിട്ടുള്ളൂ. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 5 വെല്ലുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ക്ലിയറായിട്ട് എത്ര എടുത്തതെന്നൊക്കെ പറഞ്ഞു തരുന്നത്. അതേ ഓയിലിൽ നമുക്ക് ഇതൊന്ന് ഈ വെല്ലുള്ളി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഈ വെല്ലുള്ളിയിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ ഈ ഓയിൽ കണ്ടില്ലേ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അല്പം ഇതിലേക്ക് നമ്മൾ ഉള്ളിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഓയിലായതുകൊണ്ട് അതിലും ചിലപ്പോൾ ഉപ്പ് കാണാം. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ ഈ കടായി ഫുള്ള് ഉള്ളിയുണ്ട്. അതൊന്ന് വഴറ്റി സോഫ്റ്റായി കിട്ടുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാവും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ എത്ര പോരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നല്ല വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉള്ളി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് വേറെ ഒരു മസാലകൾ ഒന്നും പിന്നെ ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആ ചെമ്മീനിൽ ചേർത്തത് മാത്രമാണ്. ഉപ്പ് മാത്രം അല്പം ചേർത്ത് കൊടുക്കാം, ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു മസാലയും മുളക് പൊടി ഒന്നും പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ പിന്നെ അതേ ഓയിലും ആ ചെമ്മീനും എല്ലാം കൂടി ഇതിൽ മിക്സ് ആക്കുമ്പോൾ തന്നെ ആ ടേസ്റ്റ് ഫുള്ളും ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ ഗ്രേവിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഒരു മല്ലിച്ചപ്പ് ഇതേപോലെ ഒന്ന് വെതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ചെമ്മീൻ
ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ചോറ്റിൻ്റെ ഒപ്പം അതുപോലെ ദോശൻ്റെ ഒപ്പം പൂരിൻ്റെ ഒപ്പം എന്തിൻ്റെ ഒപ്പം കഴിക്കാനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.